ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മല്ലു ഡ്രാമ ലവർ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സ്പേഡ് ആൻഡ് ഫെയറി 4ന്റെ 19th and 20th എപ്പിസോഡാണ് കേട്ടോ. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്താണ് വീഡിയോ ഇനിയും കാണുന്നെങ്കിൽ ഒന്ന് ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയത് മറ്റേ ശുഭാനെ നമ്മുടെ ടിയാനെ മാത്രം അകത്ത് നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും പുറത്തേക്ക് അയക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവരാണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഈ ശുഭാനെ പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തിന് നമ്മുടെ ലിങ്ഷ പറയുന്നുണ്ട്, എനിക്ക് അവനോട് പേടിയാവുന്നുണ്ട്, ടിയാന അയാൾ എന്തെങ്കിലും ചെയ്യോ എന്നുള്ള രീതിയിൽ അവളെ ടെൻഷൻ അടിക്കുമ്പോഴത്തേക്കും ഇവിടെ മാംഗ്ലി പറയുന്നുണ്ട്, ശുവാൻ ഈ ഒരു ഊരിന്റെ വലിയൊരു ആള് തന്നെയാണ്, ഇവിടുത്തെ സീനിയർ ആണ്, അതുകൊണ്ട് തന്നെ അവനൊന്നും നമ്മുടെ ടിയാന ചെയ്യത്തില്ല, അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ സീനും ഇത് തന്നെയാവട്ടെ പറയുന്നുണ്ടാവാം. ആ സമയത്തിന് നമ്മുടെ ടിയാൻ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ കാണിക്കുന്ന നമ്മൾ താടിക്കാരനെയാണ് കേട്ടോ. താടിക്കാരനെ നോക്കി നിൽക്കുകയാണ്, എന്തായിരിക്കും സീൻ പറയുന്നുണ്ടാവും എന്നുള്ള രീതിയിൽ. ആ ടൈമിൽ നമ്മുടെ ടിയാനിനെ സീനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് വാൾ ഉപയോഗിക്കാനും അതിന്റെ മന്ത്രത്തെ പറ്റിയും പഠിപ്പിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീൻ ആണെന്നുണ്ടെങ്കിൽ അവനോട് ആദ്യം ചൊങ്കെ പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഇതിന്റെ ടിയാൻ ഭയങ്കരമായിട്ട് അപകടകാരിയാണ്, അതുകൊണ്ട് തന്നെ അവന് മന്ത്രത്തെ പറ്റിയോ അതുപോലെ വാളിനെ പറ്റിയൊന്നും കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കരുതെന്ന് ഞാൻ സീനോട് പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ സീൻ പറയും, നിനക്ക് ഇപ്പോഴും സമയമായിട്ടില്ല, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞു തരാം എന്നുള്ള രീതിയിൽ സീൻ ഇങ്ങനെ പറയും കേട്ടോ. അതിനുശേഷം കാണി നമ്മുടെ താടിക്കാരനാണ്. താടിക്കാരനാണെങ്കിൽ ഇത് അപ്പം തന്നെ പോയിട്ട് നമ്മുടെ ചൊങ്കേനോട് പറയുന്നുണ്ടാവും കേട്ടോ. അതായത് ഇതിന് പറയാണ്, എന്താണ് സീങ്ങും ടിയാനോട് കൂടി ചേർന്നില്ല നമുക്ക് വലിയൊരു ആപത്ത് വരുന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പൊ ഇത് കളിക്കുമ്പോഴത്തേക്കും ചൊങ്ക് പറയും, എന്താണ് ഞാൻ അത് ഓൾറെഡി നമ്മുടെ സീനോട് പറഞ്ഞിട്ടുണ്ട്, അവരങ്ങനെയൊന്നും ചെയ്യത്തില്ല, അതേപോലെ തന്നെ നീ ഇനിയും നിന്റെ പണി നോക്കാതെ ഇങ്ങനെ പറഞ്ഞു വരേണ്ട ആവശ്യമില്ല, ഇനിയെങ്കിലും നീ നിന്റെ പണി നോക്കി പോകുന്നത് നമ്മുടെ ചൊങ്കയെ താടിക്കാരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ടിയാനാണ്. ടിയാനാണെന്നുണ്ടെങ്കിൽ ചന്ദ്രത്തിരിയൊക്കെ കത്തിച്ചിട്ട് അച്ഛനോട് ഇങ്ങനെ ശിവാനെ പറ്റി പറയാനുണ്ട്. അതായത് 19 വർഷമായിട്ട് ശിവാൻ എന്ന് പറഞ്ഞ ആള് ഇതേപോലെ എന്താണ് തടസ്സപ്പെട്ട് കിടക്കാണ്. അപ്പോൾ പുള്ളിക്കാരനെ രക്ഷിക്കാമെന്ന് ഞാൻ പ്രോമിസ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ എനിക്ക് മന്ത്രങ്ങളൊക്കെ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അച്ഛനോട് കുറെ കാര്യങ്ങൾ പറയാൻ കേട്ടോ. അടുത്ത് കാണിക്കുന്നത് വെച്ചാൽ ഇവര് എല്ലാ സ്റ്റുഡൻസും കൂടിയിട്ട് എന്താണ് ആ വാൾപ്പായത്തതുപോലെ ആ മന്ത്രത്തെ പറ്റി പഠിക്കാനുള്ള ക്ലാസ്സിൽ തയ്യാറെടുത്ത് നിൽക്കായിരിക്കും കേട്ടോ. പക്ഷെ നമ്മുടെ ടിയാൻ മാത്രം അവിടെ ഇരിക്കുന്നുണ്ടാവും, തപസ് ചെയ്യുന്നവരെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷയും മാംഗ്ലിയൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, അതെനിക്ക് ആരും മന്ത്രത്തെ പറ്റിയൊന്നും പറഞ്ഞു തരുന്നില്ല, എന്നെ പഠിപ്പിച്ചു തരുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സീങ് അവിടേക്ക് വരുന്നുണ്ട്. സീനെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയും, ആ മാസ്റ്റർ വാ നമുക്കെന്നാ പഠിക്കാൻ വേണ്ടി പോയാലോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്റ്റർ പറയും, ഇല്ല നിന്റെ മനസ്സ് ഇപ്പോഴും ശരിയായിട്ടില്ല, അത് ക്ലിയർ ആക്കിയിട്ട് എന്നെ പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ഇത് കൂടി കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ എന്തോ മനസ്സായിട്ട് കഷ്ടമാവും. അതേപോലെ നമ്മുടെ സീൻ പറയുന്നുണ്ട്, ബാക്കി 2 പെണ്ണുങ്ങളും പോയിട്ട് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സുയാവിനെയും സീങ്ങിനെയാണ് കേട്ടോ. സുയാവിനെ ചോദിക്കുന്നുണ്ട്, എത്ര കാലമാണ് നമ്മൾ സീങ്ങിനെ ഒന്നും പറഞ്ഞു കൊടുക്കാതിരിക്കുക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ സീങ്ങിനാണെന്നുണ്ടെങ്കിൽ ചൊങ്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവന് പറയും, അല്ല അവരുടെ മനസ്സ് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് പറയും, എത്രയും പെട്ടെന്ന് അവന് ഓരോ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന ടെസ്റ്റിലൊക്കെ അവൻ ഫെയിൽ ആയി പോവും, പിന്നെ അവനെ നമുക്കിവിടെ നിർത്താൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ പറയും കേട്ടോ. അങ്ങനെ നമ്മുടെ സീങ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ സുയാവിനാണെങ്കിൽ ഭയങ്കരമായിട്ട് വയ്യാണ്ടാവുന്നുണ്ട് കേട്ടോ. അവളുടെ വായിലൊക്കെ രക്തം വരുന്നുണ്ട്. ആ സമയത്താണ് സുയാവ് ഇങ്ങനെ മാസ്റ്റർ പറഞ്ഞ കാര്യം ആലോചിക്കുക, അതായത് അവളുടെ ശരീരത്തിലെ പകുതി എനർജി ഉണ്ടെങ്കിൽ പോലും നമുക്ക് വാങ്ഷുവാള് അവൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എനർജി ഒക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വാങ്ഷുവാള് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവളിങ്ങനെ പറയണത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവരെയും ടിയാൻ ഇവിടെ പോകാൻ പാടുന്നൊക്കെ ആലോചിക്കുന്നു കേട്ടോ. അടുത്ത് കാണിക്കുന്ന നമ്മുടെ സീങ്ങിനെയാണ് കേട്ടോ. സീൻ കാണുന്നെങ്കിൽ അവർ രണ്ടാളും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിക്കാനായിട്ട് ഓരോന്നൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവർ രണ്ടാളും അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ലിൻഷ ചോദിക്കുന്നുണ്ട്, സീങ് എപ്പോഴാണ് ടിയാൻ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ഒരു പാവല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് ആണ് സ്ട്രിക്റ്റ് ആയിട്ട് പറയും, അവൻ ആദ്യം അവനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ, അതിനുശേഷം പഠിപ്പിച്ചു കൊടുക്കാന്നൊക്കെ എന്നെ പറയും കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ടിയാനെ ആയിരിക്കും കേട്ടോ. ടിയാനാണെന്നുണ്ടെങ്കിലും പാവം ഒന്നും പഠിപ്പിക്കുന്നുണ്ടാവില്ല, അവനിങ്ങനെ എന്താണ് ഭിത്തിയൊക്കെ തുടക്കുക അങ്ങനത്തെ ജോലിയൊക്കെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും അടുത്തുള്ള ഫ്രണ്ട്സ് ഒക്കെ അവനിങ്ങനെ ഭയങ്കരമായിട്ട് കളിയാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്ക് ഇവർ രണ്ടാളും അകത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ മാഗ്ലി ടിയാനോട് പറയുന്നുണ്ട്, ഇന്നതുപോലെ പഠിപ്പിച്ചു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെക്കനാണെങ്കിൽ ഭയങ്കര സങ്കടമാവും കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിൻഷ് പറയും, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം, നീ പേടിക്കണ്ട, എന്നോട് പറഞ്ഞെന്നൊക്കെ ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാന്നൊക്കെ പറയും കേട്ടോ. അടുത്ത കാണിക്കുന്നത് നമ്മുടെ സുയാവിനെയാണ്. സുയാവ് നമ്മുടെ ശുവാന്റെ അടുത്തേക്ക് പോയിട്ട് പറയാണ്,
എന്നോടൊരു മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരത്തിലെ പകുതി എനർജി ഉണ്ടെങ്കിൽ പോലും എനിക്ക് ഈ ഒരു വാങ്ഷു വാള് കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷെ എനിക്കിതിന് പറ്റുന്നില്ല. അപ്പോൾ ഇത് നിന്നാലെ പറഞ്ഞ വാളല്ലേ, അതുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം, ഇത് കൺട്രോൾ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും ശിവാന് വയനാട് ചിരി വരോട് ചോദിക്കുന്നുണ്ട്, നീ എന്തൊക്കെ പറയുന്നത്, ഈ വാള എന്നാലെ പറഞ്ഞതൊന്നുമല്ല, എന്നാലും ഞാൻ നിനക്കൊരു മന്ത്രം ചൊല്ലിത്തരാം, അത് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറയുമ്പോഴത്തേക്കും നമ്മുടെ സുയാമാണെങ്കിൽ ആ മന്ത്രം ചൊല്ലുന്നുണ്ട്. പക്ഷെ അവൾക്ക് അതിന് സാധിക്കുന്നുണ്ടാവില്ല, അവൾ പെട്ടെന്ന് താഴേക്ക് വീഴാണ് കേട്ടോ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ശുവാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാള് അവന്റെ ആ ഒരു മന്ത്രം ഉപയോഗിച്ചിട്ട് എടുത്തിട്ട് നേരത്തെ എടുത്തു വെച്ച അവന്റെ വാളിന്റെ കൂട്ടത്തിലും അതും ഫിക്സ് ചെയ്ത് വെക്കുന്ന കേട്ടോ കാണിക്കുന്നത്. അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് പറയുന്നുണ്ട്, നീ എന്നെ പറ്റിക്കായിരുന്നില്ലേ, അപ്പൊ നിനക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ശുവാനാണെന്നുണ്ടെങ്കിൽ ലവും അതൊന്നും എനിക്ക് നിന്നോടില്ല എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അടുത്തത് നമ്മുടെ മാസ്ക്മാനെ കാണിക്കുന്നത്. മാസ്ക്മാനാണെങ്കിൽ സുയാവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും. ആ സമയത്ത് തന്നെ അവൻ്റെ മാസ്ക് കൂടിയിട്ട് അവിടെ ഒരു ഇതിനകത്ത് നോക്കുമ്പോഴത്തേക്കും അവന് മനസ്സിലാവും അകത്തുള്ള നമ്മുടെ ശുവാനെ പോലെ തന്നെ ആയിരിക്കും ഇവനെന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ സുയാവ് വരുമ്പോഴത്തേക്കും എന്നെ പറയുന്നുണ്ട്, അകത്തുള്ള ആളെ പോലെയാണല്ലോ എൻ്റെ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്കും സുയാവ് പറയും, അതെ ഞാനും നിന്നെ ആ ഒരു ഇയാളെ പോലെ തന്നെയാണ് പടച്ചേക്കുന്നത്, പക്ഷേ നീ ഒരു ബൊമ്മ മാത്രമാണ്, നിനക്കൊരു ഫീലിങ്സും ഒന്നും തന്നെ ഉണ്ടാവില്ല, നീ അവൻ്റെ ഒരു നിഴൽ മാത്രമാണെന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക്മാന് ഭയങ്കര സങ്കടം, ഞാൻ നിഴലോ എന്നുള്ള രീതിയിൽ അവനായിട്ട് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും നമ്മുടെ സുയാവ് ഇങ്ങനെ പറയുന്നുണ്ട്, നിനക്കും ഫീലിങ്സോ, നീ ഒരു ബൊമ്മയില്ല, നിനക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാസ്ക്മാൻ അവന്റെ കയ്യിലെ ലിങ്ഷ വാങ്ങിച്ചിട്ട് ബൊമ്മ ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഇതാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സുയാവിന് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അവളിങ്ങനെ ദേഷ്യപ്പെടും, നിനക്ക് ഇപ്പോഴും ലിങ്ഷിനെ പറ്റി തന്നെ ഉള്ളൂ, എന്നെപ്പറ്റി ആർക്കും ഒരു വേവലാതി ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ മാസ്ക്മാനാണെങ്കിൽ വീണ്ടും അവൻ ഷാഡാണെന്നുള്ള രീതിയിൽ വയനാട് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്. അടുത്ത കാണിക്കുന്നത് നമ്മുടെ സീനെയാണ്. സീൻ കാണുന്നത് ടിയാനയും മാംഗ്ലയും ലിങ്ഷിനെയും കൊണ്ടുവന്നിട്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നേക്കാണ്. എപ്പോഴത്തെയും പോലെ നമ്മുടെ ടിയാന അതിൽ പങ്കെടുപ്പിക്കുന്നുണ്ടാവില്ല. ടിയാനോട് ഇങ്ങനെ പറയുന്നുണ്ട്, നീ അവിടെ നിന്ന് മാറിയിരുന്നാൽ മതി, നീ നിന്റെ കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ രണ്ടാളെ മാത്രം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ടിയാനാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും വലിയ വിഷമമാണെങ്കിലും അവരിതെല്ലാം കണ്ട് നോട്ടീസ് ചെയ്ത് വെക്കുന്നുണ്ട്. അവൻ രാത്രിയിൽ വീട്ടിൽ പോയിട്ട് അവരതൊക്കെ പോലെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവൻ്റെ കയ്യിൽ വാളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ ചിന്തിക്കുന്നുണ്ട്, എന്താണ് സീങ് എന്നെ പഠിപ്പിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശുവാന്റെ അടുത്തേക്ക് പോകാന്നുള്ള രീതിയിൽ അവൻ ശുവാന്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആ വാൾപ്പയറ്റും അതുപോലെ മന്ത്രത്തെ പറ്റിയൊക്കെ പഠിപ്പിച്ചു തരുമെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ശുവാൻ പറയും, പിന്നെന്താ ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ, സീങ് എന്ന് പറഞ്ഞാൽ വേറൊരു മനുഷ്യൻ മാത്രമാണ്, അവന് അതിന് കൂടുതലൊന്നും അറിയാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സുയാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ച വാങ്ഷു ആള് നമ്മുടെ ടിയാനെ കയ്യിൽ കൊടുത്തിട്ട് മന്ത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ആ മന്ത്രം ചൊല്ലുമ്പോഴത്തേക്കും അവൻ ഏതോ ഒരു മായാലോകത്തേക്ക് പോകണ പോലെ ഇട്ടിട്ട് ഫീൽ ആവുന്നുണ്ടാവും. അപ്പോൾ അവിടെ നമ്മുടെ ശുവാനെ കാണിക്കുന്നുണ്ട്. ശുവാൻ ആ തടങ്കലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ശുവാന്റെ ഒരു മനസ്സിലേക്കാണ് കേട്ടോ നമ്മുടെ ടിയാൻ പോയിട്ടുണ്ടാവുക. അപ്പോൾ പിന്നെ കാണിക്കുന്നത് അവിടെ ഒരു പെണ്ണിനെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട്, ഇത് ആരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ശുവാൻ പറയുന്നുണ്ട്, നിന്റെ അമ്മയാണെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ ചോദിക്കുന്നുണ്ട്, എൻ്റെ അമ്മ അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ എൻ്റെ അമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശുവാൻ പറയുന്നുണ്ട്, നിന്റെ അമ്മ അല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരും തന്നെ ഇല്ലാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് കാണിക്കുന്നത് നമ്മുടെ ടിയാൻ്റെ അമ്മേനെ വേറെ ഒരു ബ്ലറായിട്ടായിട്ട് കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ അവൻ പറയും, എനിക്കിത് ശരിക്കും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കഴുത്തിലുള്ള ജേട ഇങ്ങനെ പിടിച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും അവന് ശരിക്കും അവൻ്റെ അമ്മേനെ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോഴത്തേക്കും നമ്മുടെ ചെക്കൻ പറയുന്നുണ്ട്, അമ്മയെ ഞാൻ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത്, എന്തൊരു ഭംഗിയെന്നൊക്കെ പറഞ്ഞാൽ അടുത്തേക്ക് പോകുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ്റെ അമ്മ ഇങ്ങനെ മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനിങ്ങനെ അമ്മ പോയി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ശുവാൻ പറയും, ഞാൻ നിൻ്റെ അമ്മേനെ മായ്ച്ചു കളയാന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാനെ വേണേൽ ദേഷ്യമാവും. എന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ അമ്മേനെ എങ്ങനെയെങ്കിലും എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ ശുവാൻ കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ദേഷ്യമൊക്കെ കാണിച്ചിട്ട് അവനെ ശുവാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ ശുവാനാണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി മൊത്തം നമ്മുടെ ലിങ്ഷയിലേക്ക് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ ശുവാനായിട്ട് ഫൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ലിങ്ഷയാണ്. ലിങ്ഷയ്ക്കാണെന്നുണ്ടെങ്കിൽ ശരീരം മൊത്തം അവരുടെ കോൾഡായിട്ട് അവനെ വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ മാംഗ്ലി ആണെന്നുണ്ടെങ്കിലും മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് അവൾ ഓക്കെ ആക്കുന്നുണ്ട്. പിറ്റേ ദിവസം നമ്മുടെ സീനെ തൊട്ടൊക്കെ നോക്കിയിട്ട് എന്താണ് നിന്റെ ബോഡിയൊക്കെ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ലൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ടിയാനാണെങ്കിൽ സീനെ പോലും മൈൻഡ് ചെയ്യാണ്ട് ലിങ്ഷൻ്റെ അടുത്ത് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ആരും ഇനി മന്ത്രമൊന്നും പഠിപ്പിച്ചു തരണ്ട, എൻ്റെ വാൾ പവർ എൻ്റെ തന്നെ ഉണ്ടെന്നൊക്കെ എന്നെ പറയും കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും സീൻ പറയും, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, ഇത് നോക്ക്, ഇനി ആരും എന്നെ ഇതൊന്നും പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല, എൻ്റെ അമ്മ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അമ്മ എനിക്കെല്ലാം പഠിപ്പിച്ചിടുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലിങ്ഷനെ പൊക്കിയെടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് കൂടി പോകുമ്പോൾ പോലും അവൻ ആരെയും മൈൻഡ് ആക്കാണ്ട് അവരെയൊക്കെ ധിക്കരിച്ച് പോകുന്നുണ്ട്. ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷൻ ചോദിക്കുന്നുണ്ട്, നീ ശുവാൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ട് നീ ആകെ മാറിയിക്കണല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ ടിയാൻ പറയും, അതാ നീ നോക്ക്, ഞാനൊട്ടും മാറിയിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും ധിക്കരിച്ചിട്ട് അവൻ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ.
അടുത്ത് കാണിക്കുന്നത് നമ്മൾ ടിയാൻ കിടന്ന് ഉറങ്ങായിരിക്കും. ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ ശരീരത്തിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവ് എനർജി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ സീങ് അവിടെ വന്നിട്ട് അവൻ്റെ മന്ത്രം ഉപയോഗിച്ചിട്ട് ഇവരുടെ ശരീരത്തിൽ എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ നെഗറ്റീവ് എനർജി വന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ സീങ്ങിന് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അവൻ്റെ എനർജി ഉപയോഗിച്ചിട്ട് ആ നെഗറ്റീവ് എനർജിയൊക്കെ പുറത്തേക്ക് എടുക്കുന്നതാണോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന നമ്മുടെ പാവം മാസ്ക് മാനാണ്. മാസ്ക് മാനാണെങ്കിൽ ഞങ്ങളുടെ നിഴലാണെന്നുള്ള രീതിയിൽ ആ ബൊമ്മയൊക്കെ നോക്കി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ലിങ്ഷ് വരുന്നുണ്ട് കേട്ടോ. ലിങ്ഷ് ചോദിക്കുന്നുണ്ട്, എന്താടാ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയോ, ബൊമ്മ ചീത്തയായി പോയോ, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരിയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും അവൻ പറയും, എൻ്റെ ഹാർട്ട് ബീറ്റ് റെഡി ആയെന്നൊക്കെ പറയും കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ഇതാണ് എൻ്റെ ഹാർട്ട് ബീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇതാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ മാസ്ക് മാൻ പറയുന്നുണ്ട്, ഇതാ എൻ്റെ ഫേസ് നോക്കൂ, ഞാൻ ശുവാനെ പോലെ തന്നെ ഇല്ലേന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവൾ പറയും, ശുവാനെ പോലെ തന്നെ അല്ല, നീ ശുവാൻ തന്നെയാണെന്നൊക്കെ പറയും കേട്ടോ. ഇത് നമ്മുടെ ഇങ്ങനെ മാസ്ക് മാൻ പറയുന്നുണ്ട്, എനിക്ക് ശരീരം മാത്രമേ ഉള്ളൂ, ഞാനൊരു ബൊമ്മയാണ്, എനിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല, ഞാൻ അതുകൊണ്ടൊരു മനുഷ്യനല്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെങ്കൊച്ചു പറയും, നീ എന്തൊക്കെയാണ് പറയുന്നത്, നിനക്ക് എന്തായാലും ഫ്രണ്ട്സ് ഉണ്ട്, ഇപ്പോഴാ നിനക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട്, അപ്പോൾ നീ എന്താണ് മനുഷ്യൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മാസ്ക് മാനെ സന്തോഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് കാണിക്കുന്നത് നമ്മുടെ ലിങ്ഷനെയും ടിയാനാണ് കേട്ടോ. ലിങ്ഷ ടിയാനെ വിളിച്ചിട്ട് പോവാണ്. അപ്പോൾ ടിയാനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഷട്ടിലെ നെഗറ്റീവ് എനർജി ഒക്കെ പോയി കഴിയുമ്പോൾ പഴയതുപോലെ ആവും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ ചോദിക്കുന്നുണ്ട്, ഇന്നലെ നിനക്ക് എന്ത് ദേഷ്യമായിരുന്നു, സീനോട് നീ എത്ര ദേഷ്യത്തോടെ പെരുമാറിയത്, നീ പോയിട്ട് അവനോട് മാപ്പ് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ ടിയാൻ ഞാൻ അത്രയും ദേഷ്യപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നമ്മുടെ സീങ്ങിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം താടിക്കാരൻ കാണുന്നുണ്ട്. താടിക്കാരൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ സീനെ കാണാൻ പോവാണോ, എങ്കിലും ഞാനും അങ്ങോട്ടാണ്, ഞാൻ ആദ്യം പോയിട്ട് സംസാരിക്കട്ടെ, നീ പുറത്ത് നിന്നോളൂ, എന്നിട്ട് നീ കയറിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ താടിക്കാരൻ നമ്മുടെ സീനടുത്തേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ സീനോട് പറയുന്നുണ്ട്, ചൊങ്കെ പറഞ്ഞ പോലെ തന്നെ നീ ഒരു പ്രോമിസ് പാലിച്ചിട്ടില്ലേ, നീ ഒന്നും ടിയാന് പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ സീങ് മനസ്സ് വിഷമിച്ചെന്ന് പറയും, ഇല്ല ഞാൻ ഇതുവരെ ഒന്നും ടിയാനെ പഠിപ്പിച്ചു കൊടുത്തില്ല എന്നൊക്കെ പറയട്ടെ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ടിയാൻ പുറത്തുനിന്ന് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമ്പോഴത്തേക്കും അവൻ്റെ ഷട്ടിൽ പിന്നെയും നെഗറ്റീവ് എനർജി വരുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ അവൻ ദേഷ്യത്തോടെ അകത്തേക്ക് കയറി വന്നിട്ട് അവൻ്റെ കയ്യിലുള്ള ആ ഒരു ഗിഫ്റ്റ് ഉടച്ചിട്ട് പറയും, നിങ്ങളൊരു മാസ്റ്ററാണോ, ഞാൻ ഇത്രയും കാലം ഒരു നല്ലൊരു മാസ്റ്റർ പോലെ തന്നെയാണ് കണ്ടിരുന്നത്, പക്ഷെ നിങ്ങളെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്വഭാവം നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും സീങ്ങിനും ഭയങ്കരമായിട്ട് സങ്കടവും. അവൻ കൊള്ളുന്ന ആ ഒരു ഗിഫ്റ്റ് ഒരു ചെടിയായിരിക്കും കേട്ടോ, അതൊക്കെ ഇങ്ങനെ പറക്കി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശുവാൻ്റെ അടുത്തേക്ക് പോയിട്ട് അവനോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുകയാണ്. എന്നിട്ട് ടിയാൻ നമ്മുടെ ശുവാൻ്റെ ആ ഒരു മനസ്സിലേക്ക് പോവുകയാണ്. അവിടെ നമ്മുടെ ടിയാൻ്റെ അമ്മ ഉണ്ടാവും, അമ്മ ഇങ്ങനെ മ്യൂസിക്കൊക്കെ വായിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ടിയാൻ കണ്ട് ആസ്വദിക്കുന്നുണ്ട്. അതുപോലെ ശുവാനും അത് നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ടിയാൻ്റെ അച്ഛൻ നമ്മുടെ ടിയാൻ്റെ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കോഫിയൊക്കെ കൊടുക്കുന്ന പോലെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ടിയാന് ഭയങ്കര സന്തോഷമാവും. പക്ഷെ ശുവാനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത കാണിക്കുന്നത് നമ്മുടെ സീങ്ങും ലിങ്ഷയും ആംഗ്ലിയും കൂടിയിട്ട് ഇങ്ങനെ പെരിയവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഈ ശുവാനും അതുപോലെ നമ്മുടെ ടിയാനും തമ്മിലുള്ള പ്രശ്നങ്ങളെ പറ്റി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ പെരിയവർ പറയുന്നുണ്ട്, ടിയാൻ മാത്രമല്ല ടിയാൻ്റെ അച്ഛനും ശുവാനും പണ്ട് ഒരുപാട് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ക്ലോസ് ഫ്രണ്ട്സ് ആയതിൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല, വരാനുള്ളതൊക്കെ വന്നേ പറ്റൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണുന്നത് നമ്മുടെ ടിയാനെയാണ്. ടിയാൻ ഇങ്ങനെ മനസ്സിൽ കരുതാണ്, അതായത് ടിയാനും ടിയാൻ്റെ അമ്മയും അച്ഛനും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ കോഫി കുടിക്കുന്നതൊക്കെ അവനെന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കാണുമ്പോഴത്തേക്കും ശുവാന് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് തന്നെ. അവൻ്റെ ഷട്ടിലുള്ള നെഗറ്റീവ് എനർജിയും പോസിറ്റീവ് എനർജിയൊക്കെ ഒരുമിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ടിയാനാണെന്നുണ്ടെങ്കിൽ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ നിങ്ങളെ കൺട്രോൾ ചെയ്യാം, കാരണം ഞാൻ നിങ്ങളുടെ ശിഷ്യനാണ്, നിങ്ങൾ എൻ്റെ മാസ്റ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു ശരീരം പോലും നോക്കാതെ അവൻ ആ ഒരു എനർജിയൊക്കെ അവൻ്റെ ദേഹത്തേക്ക് എടുത്ത് വെക്കാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ ശുവാൻ പഴയതുപോലെ ആ ഒരു തടങ്കലിലേക്ക് തന്നെ ആവുന്നുണ്ട്. അവിടെ നമ്മുടെ ടിയാനും ഇങ്ങനെ ഉറങ്ങി കിടക്കുന്നല്ല കാണിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ ശുവാനെ എണീക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അവിടെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ശുവാൻ ഇങ്ങനെ പറയുന്നുണ്ട്, നീ നിന്റെ ശരീരം പോലും നോക്കാതെ ജീവൻ പോലും നോക്കാതെ നീ എന്നെ രക്ഷിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ പറയുന്നുണ്ട്, അതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചേ മതിയാവും, കാരണം എൻ്റെ അമ്മ എന്നോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്, ആരെയും ദ്രോഹിക്കരുത്, എല്ലാവരെയും രക്ഷിക്കണം എന്നാണ് എന്നെ പഠിപ്പിച്ചേക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശുവാൻ പറയുന്നുണ്ട്, എൻ്റെ ഈ ലോകത്ത് എന്നെ സഹായിച്ചതും ഞാൻ ഇഷ്ടപ്പെട്ടതും നിൻ്റെ അമ്മേനെ മാത്രമാണ്, ഇപ്പോൾ ആ അമ്മയുടെ മകനായ നീ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷപൂർവ്വം പറയുന്നത്, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പൊയ്ക്കോളം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടിയാൻ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോഴത്തേക്കും അവിടേക്ക് സീങ് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ സീങ് ഇങ്ങനെ ടിയാനോട് പറയുന്നുണ്ട്, നീ എന്നെ ശുവാൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കണം, ഞാൻ അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, നമുക്ക് തമ്മിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, അതില്ലാതാക്കാനായിട്ട് ആണ് ഞാൻ ഇവിടേക്ക് വന്നത്, നീ എന്നെ തുറന്നു വിടണമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടിയാൻ അവനെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ശുവാൻ്റെ അടുത്ത് നമ്മുടെ സീങ് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ടിയാനെ ചേട്ടത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജി കൊടുക്കുന്നത്, എന്തിനാണ് എന്നെപ്പറ്റി മോശമായിട്ട് അവനോട് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സീങ് ശുവാനായിട്ട് ഇങ്ങനെ സ്റ്റണ്ട് ചെയ്യാൻ പോകുമായിരിക്കും കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ അവിടേക്ക് വന്നിട്ട് നമ്മുടെ സീങ്ങിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വാള് വീശുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും സീങ്ങിന് വല്ലാതെ സങ്കടം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ ഒരു മാസ്റ്റർ, നീ എന്താണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും
നമ്മൾ ടിയാൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ എനിക്കൊരു മാസ്റ്റർ അല്ല, എൻ്റെ മാസ്റ്റർ ശുവാനാണ്. അപ്പോൾ ശുവാൻ്റെ നേരെ നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ വന്നാൽ അതിനെ രക്ഷിക്കാനുള്ള കടമ എനിക്കാണെന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സീങ്ങിനെ കൊണ്ട് ടിയാനിനെ പുറത്തേക്ക് പോകുന്ന കേട്ടോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ സീങ്ങിനെ പറയുന്നുണ്ട്, എന്താണ് ഞാനും നീയും തമ്മിൽ ഒരു പ്രശ്നവും ഇനി ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ട് തന്നെ നിന്റെ ശരീരത്തിലേക്ക് ഞാൻ നിന്നെ പഠിപ്പിച്ചു തന്ന ഒരുപാട് ശക്തികളുണ്ട്, അത് ഞാൻ എന്നിലേക്ക് തന്നെ ആക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സീങ് ആണെന്നുണ്ടെങ്കിൽ അവനറിയാതെ അവൻ്റെ ശരീരത്തിലുള്ള നെഗറ്റീവ് എനർജീസ് എല്ലാം നമ്മുടെ സീങ്ങിൻ്റെ ശരീരത്തിലേക്ക് കയറ്റി വിടുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ടിയാനും അങ്ങോട്ട് പോകുന്നുണ്ട്, സീയും പോകുന്നുണ്ട്. അപ്പോൾ സീൻ്റെ ശരീരത്തിലേക്ക് നമ്മുടെ ടിയാൻ്റെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി കയറിയിട്ടുണ്ട് തന്നെ അവനാകെ വയ്യാണ്ടായിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഒക്കെ വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മൾ ടിയാൻ അറിയുന്നുണ്ടാവില്ല. ടിയാനാണെന്നുണ്ടെങ്കിൽ പെരിയവരുടെ അടുത്തും അവരെല്ലായിടത്തും പോയി പറയുന്നുണ്ട്, അതായത് നമ്മുടെ സീങ് പഠിപ്പിച്ചു തന്ന എൻ്റെ എല്ലാ ശക്തികളും തിരിച്ച് എടുത്തു എന്ന് പറയുമ്പോഴത്തേക്കും പെരിയവർ പറയും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെരിയവർ പറയുന്നുണ്ട് നിന്റെ ശരീരത്തിലുള്ള എല്ലാ എനർജീസും അതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ എന്നെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയും നിന്റെ ശരീരത്തിലെ നെഗറ്റീവ് എനർജീസ് എല്ലാം സീങ് ഏറ്റെടുത്തേക്കാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ പെരിയവരൊക്കെ ഞാൻ പറയുന്നുണ്ട് നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ചാട്ടവാറാടി ഒരുപാട് കൊണ്ടുപോകും, അതുപോലെ നെഗറ്റീവ് എനർജിയും ഏറ്റെടുത്തേക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി സീനെ കാണുന്നിട്ട് അവരുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ സീങ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോഴത്തേക്കും നമ്മുടെ തലൈവരാണെന്നുണ്ടെങ്കിൽ എന്താണ് അടുത്ത് പോയിട്ട് അവൻ്റെ ഷർട്ടൊക്കെ മാറ്റിയിട്ട് അവനിങ്ങനെ ഒരു എനർജി കൊടുക്കുകയാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മുടെ ടിയാന് ഭയങ്കര സങ്കടം, ടിയാനാണ് ഇതിനൊക്കെ കാരണക്കാരെന്നുള്ള രീതിയിൽ അവൻ ഇതിനെല്ലാത്തിനും വേണ്ടിയിട്ട് ഒരു പ്രായച്ചിത്തം ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ സീങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ പോയതാ, ചെയ്തു പോയ തെറ്റാണ്, ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിങ്ഷ പറയുന്നത് ഇവൻ ഇപ്പോഴാണോ ബോധം വന്നതെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ലിങ്ഷ ഇങ്ങനെ പെരിയവരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മരുന്നില്ലേ, ആ മരുന്ന് സീനെ കൊടുക്കുക, അതുപോലെ എനിക്കും തരുന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെരിയവരിനെ പറയുന്നുണ്ട് ഞാൻ ആകെ ആ ഒരു മരുന്ന് കൊടുത്തേക്കുന്നത് ടിയാൻ്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മുടെ സീ ഇങ്ങനെ ടിയാനെയും കൊണ്ടുപോയിട്ട് ഞാൻ ഇനി നിനക്ക് പഠിപ്പിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവനിങ്ങനെ പ്രാക്ടീസിന് കൊണ്ടുപോകുന്ന കേട്ടോ കാണിക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റെ താടിക്കാരെ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ ടിയാൻ ഫസ്റ്റ് ഒരു വാൾപ്പായിട്ട് കാണിക്കുമ്പോൾ തന്നെ അവിടെയുള്ള പാറയ്ക്ക് ഇങ്ങനെ വീണ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് ലിങ്ഷ പറയുന്നുണ്ട്, ഓ നിനക്ക് എന്നാ പവറാളാന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെ നമ്മുടെ സീങ് പറയുന്നുണ്ട് നിന്റെ ശരീരത്തിൽ ഭയങ്കര പവർ ഉണ്ട്, അപ്പോൾ നീ അത് ഉപയോഗപ്പെടുത്തണം എന്നൊക്കെ ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ താടിക്കാരനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം എന്താണ് ചൊങ്കേനോട് പറയാൻ വേണ്ടിയിട്ട് അവൻ്റെ ആ ഒരു റൂമിൻ്റെ അടുത്ത് ഡോറിനെ തുറക്കുമ്പോഴത്തേക്കും അവിടെ കാണിക്കുന്നത് നമ്മുടെ ചൊങ്കേൻ്റെ ആ ഒരു ചെറുപ്പകാലത്തെയാണ് കേട്ടോ. വെള്ള ഡ്രസ്സും മുടിയൊന്നും ആവില്ല, അവിടെ ബ്ലാക്ക് ഡ്രസ്സും മുടിയും പഴയ ഒരു രൂപത്തിലേക്കാണ് കേട്ടോ കാണുന്നുണ്ടാവുക. അപ്പോൾ ഇതോടെയാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് സൈനിങ് ഓഫ് തസ്നി, ബൈ.